ഹലോ, സുവിധ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പക്ഷേ എന്താണ് ലോങ് വീഡിയോ ഇടാനൊന്നും ഒട്ടും ടൈമില്ല. ഇത് കുറച്ച് പഴയ വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയതാണ്. എനിക്ക് എൻ്റെ ആളിന് മോന് ഞങ്ങൾ 3 പേർക്കും കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയതാണ്. കഴിഞ്ഞ വർഷത്തെയാണ് ഇത്. അപ്പോൾ ഇത് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ പഴയ ഇത് പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇവിടെ കുറച്ച് നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വീഡിയോ ഇടാം എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഫുള്ള് സ്റ്റോറേജും ഇന്നിടാം നാളെ ഇടാം എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ദിവസമായി ഒരു വർഷം പോലെ കഴിഞ്ഞു. ഫുള്ള് സ്റ്റോറേജ്. ഇന്നെങ്കിൽ കഴിഞ്ഞ വർഷം പൊങ്കലിനെടുത്തിട്ട് ഈ വർഷം പൊങ്കലിനാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് എനിക്കല്ല എൻ്റെ ആളിന് അങ്ങനെ ഓരോരുത്തർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനപ്പോൾ ഇത് വീഡിയോ ഇടുക എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ 3 പേർക്കും കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളത് കണ്ണൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എന്താണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതാകാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അവിടെ കണ്ട അവർ 2 പേരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടു എന്ന് മാത്രം. ലോങ് വീഡിയോ ഇടാൻ ഒട്ടും ടൈമില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇന്നിടാം നാളെ ഇടാമെന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിൽ വീഡിയോസാണ്. അപ്പോൾ ഇത് മുഴുവനും ഡിലീറ്റ് ആക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ലോങ് വീഡിയോ നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത ശേഷം ഡിലീറ്റ് ആക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു വിഷ്ണു ഭഗവാനെയൊക്കെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇവിടെ വെക്കാനൊന്നും അറിയില്ല. അപ്പോൾ പുതിയതായിട്ട് ബിൽഡിങ് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് വീഡിയോസിലിടാലോ എന്ന് വെച്ചിട്ട് ഞാനതങ്ങനെ വീഡിയോ പിടിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ അവിടുത്തെ ഇതാണ് അരവിന്ദ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ. അപ്പോൾ ഇത് അവിടുത്തെ വെളിയിലുള്ള കാഴ്ചയാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചയായി. ഇനിയിപ്പോൾ അതിന് കണ്ണടപ്പോൾ കിട്ടൂല്ലല്ലോ. അപ്പോൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. ഇത് പഴയ കെട്ടിടത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഞങ്ങളപ്പോൾ. അവിടെ ഇത്തിരി കാണാൻ നല്ല ഭംഗിയുണ്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ക്യാൻറ്റീൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല. നമ്മൾക്ക് നേരിട്ട് തന്നെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണണമെന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോണ വഴിയിൽ നിന്ന് അങ്ങനെ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതാ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ലോങ് വീഡിയോ ഇടാൻ ഒട്ടും ടൈമില്ല. ഇതൊക്കെ ഇടണം എന്ന് വെച്ചിട്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ എടുത്ത വീഡിയോസാണ്. ഇത് ഫുള്ളാக നിറഞ്ഞ് എന്താ പറയുക സ്റ്റോറേജായി ഫുള്ളായിട്ട്. അപ്പോൾ എന്തായാലും ഇത് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോ തന്നെ ഇടാൻ മുന്നേ ടൈമില്ല എങ്കിലും ഞാൻ ഇടുന്നത്. അത് കാരണം വ്യൂസ് പോയും കുറഞ്ഞും കൂടിയും കൊണ്ട് അങ്ങനെ ഇരിക്കും. ലൈവ് ഇടാനും ഒട്ടും ടൈമില്ല. ടൈമെല്ലാം വരുന്നുണ്ട്. പക്ഷെ ആരും അത്ര ഇതില്ല. നമ്മൾ എപ്പോഴും ലൈവ് ഇട്ടാലല്ലേ വരുള്ളൂ. പക്ഷേ ഇനി എൻ്റെ പേരിൽ തെറ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ വന്നു. എല്ലാവരും കാളാൻ ബിരിയാണിയാണ് കേട്ടോ. കാളാൻ പറഞ്ഞാൽ എന്താണ് ഇവിടെ മഷ്റൂം ബിരിയാണി. നമ്മുടെ അവിടെ മഷ്റൂം ബിരിയാണി കൂന് ബിരിയാണി പറയില്ലേ, കൂന് മഷ്റൂം ബിരിയാണിയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ കാളാൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ കാളാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ വെളി. അത് പഴയ ഇത് വന്നിട്ട് പുതിയ കെട്ടിടം. ഈ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് അതാണ് പുതിയ കെട്ടിടം കേട്ടോ. ഇത് പുതിയ കെട്ടിടമാണ്. അതിൻ്റെ മേലെ റോഡ് പോകുന്നുണ്ട്. ഇതൊക്കെ പുതിയ റോഡ് ഇട്ടതാണ്. മേൽപ്പാലത്തൂടെ റോഡ് പോകുന്നുണ്ട്. ഈ ഭാഗത്തുള്ളത് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് പഴയ കെട്ടിടമാണ്. ഈ പഴയ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശത്ത്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. കുറച്ച് ദൂരത്ത് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്നു തരണം. പിന്നെ അതിൻ്റെ വെളിയിലോട്ട് ഞാനിങ്ങനെ മോനോട് ഫോട്ടോ എടുക്കാൻ പറയുക, ക്യാമറ എടുക്കും. ശരി ഇവ എടുക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തന്നെ പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എടുക്കുകയാണ്.
പിന്നെന്താണ് അതിൻ്റെ ഈ കന്നഡൻ്റെ ഈ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരുപാട് നേരം ആവില്ലേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ വെളിയിലോട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ. ഇപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇത് ഒരുപാട് ലോങ്ങാണ്. ഈ ലോങ് വീഡിയോ ഉള്ളതിനെ മൊത്തത്തിലുണ്ട് ഡിലേറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഞാൻ ഈ ഇടയിലിടയിൽ ഇതൊക്കെ ക്രമപ്രകാരം കൊണ്ടുവരേണ്ടതാണ്. ഇത് കറക്റ്റായിട്ട് കൊണ്ടുവന്നാലാണ് ഇത് കാണാൻ നിങ്ങൾക്ക് ഒരു രസമുണ്ടായത്. പക്ഷെ ഞാൻ ഇത് മറന്നില്ലേ, ഒരു വർഷം ഇതൊക്കെ ഇടയിലിടയിലൊക്കെയാണ്. അപ്പോൾ ഈ ഇടയിലുള്ളതൊക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. മീൻ കാണിച്ചു കൊടുക്കണേ ഞാൻ. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ വെളിയിൽ വന്നിട്ട് കുറച്ച് നേരം ഈ ചുറ്റിയടിക്കലാണ് ഇങ്ങനെ ഓരോ പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിൻ്റെയും എന്തിൻ്റെയൊക്കെ 2 പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കുക. അപ്പോഴേക്കൊക്കെ നമ്മൾക്ക് സമയമാവില്ല. ഇതാകണ്ട കണ്ണട വാങ്ങാനായിട്ടുള്ള വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് ഞാൻ. ഇപ്പോൾ കണ്ണട വാങ്ങാനല്ല, അതിൻ്റെ അളവും കാര്യങ്ങളും കൊടുക്കാനായിട്ട് അതൊരു ടൈമിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് എന്താണ് കയ്യോടെ കിട്ടിയതാണ്. കയ്യോടെ കിട്ടിയത് എന്താണ്, ഞാൻ വാങ്ങാനായിട്ട് എന്തിനൊക്കെയെന്ന് തോന്നുന്നു കുറച്ച് വെയിറ്റിങ്ങിൽ നിന്നു. എന്നിട്ട് ഓർഡർ കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി. കണ്ണട അതിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഇത് കണ്ണട ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് ഏത് മോഡലാണെന്ന് വെച്ചിട്ട്. കണ്ണട ഇടണമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇടുമ്പോൾ ഈ ഇത് ഇങ്ങനെ തല ചുറ്റലും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഞാൻ ഈ മെഷീനൊക്കെ തയ്ക്കുമ്പോഴേ ഭയങ്കര കണ്ണ് ഇത് 2-3-4 വർഷം തുടർന്നിട്ട് തന്നെയാണ് കണ്ണട. ഇടാനും എനിക്ക് പറ്റുന്നില്ല. ഇട്ടാൽ എനിക്ക് തലവടത്തിന് പിന്നെ ഉള്ള വർക്കും പോകും പറഞ്ഞിട്ട് ഞാനിങ്ങനെ മെഷീൻ്റെ ഹോൾസ് കാണാതിരിക്കുമ്പോൾ, സൂചിയുടെ ഹോൾസ് കാണാതിരുന്നാൽ മാത്രമേ കണ്ണട ഉപയോഗിക്കാറുള്ളൂ. ബ്ലാക്കൊക്കെ വന്നാലാണ് ഒരുപാട് പ്രശ്നം, ബ്ലാക്ക് നേവിയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഓരോന്നോരോന്ന് നോക്കിയിട്ട് നന്നായില്ല ഭാഗം പറയാം. അത് നന്നായില്ല എന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലോങ് വീഡിയോ ഇടാൻ ഒട്ടും ടൈം ഇടുമ്പോൾ ഇടാം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് വന്നു. ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോസ് വരുന്നത് വരേക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.